കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാതൃഭൂമിയിൽ ലേഖനത്തിലാണ് വിമർശനം ഉന്നയിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരെ സഹായിക്കാൻ കോൺഗ്രസ് പിരിച്ച പണം എത്രയെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഏത് ബാങ്കിലാണ് ആ പണം നിക്ഷേപിച്ചത്? മറുപടി പറയാതിരിക്കുന്നതിലൂടെ ദുരിതബാധിതരുടെ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ പോക്കറ്റ് തപ്പി അതിൽ നിന്നും പണം തട്ടിയവരാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി വിമർശിക്കുന്നുണ്ട്. മൃതദേഹത്തിൽ നിന്ന് പണം മോഷ്ടിക്കുന്നവരെ വിളിക്കുന്ന പേര് ആരെയും വിളിക്കരുതെന്ന് എനിക്കുണ്ട്. കോൺഗ്രസുകാർക്ക് ആ വിളിപ്പേര് വീഴരുതെന്ന ആഗ്രഹമാണുള്ളത്. ആ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമുണ്ടോ എന്നും ലേഖനത്തിൽ മുഖ്യമന്ത്രി ചോദിച്ചു. എന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഭരണപക്ഷ പ്രതിപക്ഷ പോര് മുറുകുകയാണ്. പിണറായി വിജയനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വാക്പോരൊക്കെ ശക്തമായി മുന്നേറുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ സംവാദത്തിന് വിളിക്കുന്ന വികസന നേട്ടങ്ങൾ നിരത്തി സംവാദം നടത്താൻ തയ്യാറാണെന്ന വെല്ലുവിളി അടക്കം മുന്നോട്ട് വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മാതൃഭൂമിയുടെ ലേഖനത്തിൽ മറ്റൊരു വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരെ സഹായിക്കാൻ കോൺഗ്രസ് പിരിച്ച പണം എത്രയെന്ന കണക്കാണ് മുഖ്യമന്ത്രി ചോദിച്ചിരിക്കുന്നത്. ഏത് ബാങ്കിലാണ് ആ പണം നിക്ഷേപിച്ചതെന്നും അതിന് മറുപടി പറയാതിരിക്കുന്നതിലൂടെ ദുരിതബാധിതരുടെ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ പോക്കറ്റ് തപ്പി അതിൽ നിന്ന് അടക്കം പണം തട്ടിയവരാണ് കോൺഗ്രസ് എന്നുമാണ് മുഖ്യമന്ത്രി വിമർശിക്കുന്നത്. മൃതദേഹത്തിൽ നിന്ന് പണം മോഷ്ടിക്കുന്നവരെ വിളിക്കുന്ന പേര് ആരെയും വിളിക്കരുതെന്ന് തനിക്ക് ആഗ്രഹമുണ്ട് എന്നൊരു കാര്യം കൂടി മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? പ്രതിപക്ഷം കാണിക്കുന്നത് ആ ഒരു പേര് വിളിക്കാൻ എന്നുള്ള രീതിയിലേക്കാണ് എന്ന കാര്യങ്ങൾ അടക്കം വിമർശനമാണ് മുഖ്യമന്ത്രി ആ ലേഖനത്തിൽ ചോദിക്കുന്നത്. എന്തായാലും വാഗ്വാദങ്ങൾ കനത്ത രീതിയിൽ തന്നെ മുറുകുകയാണ്.